കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മടിക്കാതെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഈ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഒരു കപ്പ് കടല ഞാൻ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളവും ഉപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു 6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം 6 വിസിൽ കഴിഞ്ഞ് നമ്മുടെ കടല നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേന അല്പം മീഡിയം സൈസാക്കി കട്ട് ചെയ്തതും അതുപോലെ പച്ച നേന്ത്രപ്പഴം ഒന്നും എടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടും ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോഴേക്കിന് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിനെ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇപ്പം 4 വിസിൽ കഴിഞ്ഞ് നമ്മുടെ കുക്കർ തുറന്ന് നോക്കുകയാണ്. നല്ല ചേമ്പൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കടുകൊന്ന് പൊട്ടിച്ച് ചേർക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ഉണക്കമുളകും 1 ടീസ്പൂൺ കടുകും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എന്നാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. Thank you for watching.